പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജനുവരി 13 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം. എന്നും നമ്മൾ കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ ശ്രമിക്കൂ. തീർച്ചയായും നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മേജർ ജനറൽ രമേശ് ഷൺമുഖം ടേക്സ് ചാർജ് ആസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ. മേജർ ജനറൽ രമേശ് ഷൺമുഖം അഡീഷണൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റു. കേരളവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. NCCയുടെ കേരള ലക്ഷദ്വീപിന്റെ ഹെഡ് ആയിട്ട് അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ട് മേജർ ജനറൽ രമേശ് ഷൺമുഖം ചുമതലയേറ്റ കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ ക്രെഡിറ്റ് കോർപ്സിന്റെ NCC കേരള ലക്ഷദ്വീപ് മേഖലയിലെ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? മേജർ ജനറൽ രമേശ് ഷൺമുഖം. കേരള ലക്ഷദ്വീപിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഹെഡ് ആണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ. ഈ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ള വ്യക്തിയാണ് മേജർ ജനറൽ രമേശ് ഷൺമുഖം. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന റാങ്കിൽ 3ാമത്തെ റാങ്ക് ആണ് മേജർ ജനറൽ. ഏറ്റവും ടോപ്പ് ലെവലിലെ ജനറൽ, തൊട്ടു താഴെ ലഫ്റ്റനന്റ് ജനറൽ, 3ാമത്തേത് മേജർ ജനറൽ. നാഷണൽ ക്രെഡിറ്റ് കോർപ്സിൽ എത്ര പ്രാദേശിക ഡയറക്ടറുകളുണ്ട്? 17 പ്രാദേശിക ഡയറക്ടറേറ്റ്സ്. 17 റീജിയണൽ ഡയറക്ടറേറ്റ്സ് ആണ് NCCയിലുള്ളത്. ഇന്ത്യയിൽ നാഷണൽ ക്രെഡിറ്റ് കോർപ്സ് രൂപീകരിച്ചത് എപ്പോഴാണ്? 1948 ജൂലൈ 15. 1948 ജൂലൈ 15 ഇന്ത്യയിൽ NCC രൂപീകൃതമായിട്ടുള്ളത്. ഇന്ന് ലോകത്ത് തന്നെ യൂണിഫോം ധരിച്ചിട്ടുള്ള ഏറ്റവും വലിയ യൂത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് NCC ആണ്. NCCയുടെ ഒരു ഡയറക്ടറേറ്റ് ആണ് കേരളത്തിലെ കേരളവും ലക്ഷദ്വീപ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡയറക്ടറേറ്റ്. ഈ ഡയറക്ടറേറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ട് മേജർ ജനറൽ രമേശ് ഷൺമുഖം ചുമതലയേറ്റെടുത്തു. NCC ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? പ്രതിരോധ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് NCC. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഗ്ലോബൽ വാട്ടർ സൈക്കിൾ ഡിസ്റപ്ഷൻ ഇൻ 2024 കോസ്റ്റ് വയനാട് ലാൻഡ്സ്ലൈഡ്. 2024 ആഗോള ജലചക്ര തടസ്സം വയനാട് മണ്ണിടിച്ചിലിന് കാരണമായി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്നിട്ടുള്ള വയനാട്ടിലെ മണ്ണിടിച്ചിൽ, അതുമായി വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ്. നമുക്ക് ആ റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ വയനാട് മണ്ണിടിച്ചിലിന്റെ പ്രധാന കാരണം എന്താണ്? ആഗോള ജലചക്രത്തിന് തടസ്സം, ഡിസ്റപ്ഷൻ ഓഫ് ദി ഗ്ലോബൽ വാട്ടർ സൈക്കിൾ. ഇന്ന് നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ്, ചൂട് കൂടുന്നു, അതുപോലെ തന്നെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ. ഇതനുസരിച്ച് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ അതായത് ആഗോള ജലചക്രത്തിന്റെ ഒരു തടസ്സം, ഡിസ്റപ്ഷൻ ഓഫ് ദി ഗ്ലോബൽ വാട്ടർ സൈക്കിൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാരണമാണ് വയനാട് നടന്നിട്ടുള്ള ആ മണ്ണിടിച്ചിൽ. ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട് രൂപപ്പെടുത്തിയത് ഏത് സർവകലാശാലയാണ്? ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി ANU. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് 2024 ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട്. ഇത് ആഗോളതലത്തിൽ എവിടെയെല്ലാം ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി ANU. 2024 ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട് അനുസരിച്ച് 2024 ജലവുമായി ബന്ധപ്പെട്ട് ദുരന്തങ്ങളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? 8700-ലധികം മരണങ്ങൾ. അതായത് ഇന്ന് ആഗോളതലത്തിൽ ജലവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകൾ അങ്ങനെയുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ 8700 ഡെത്ത്സ് ആണ്, 8700ഓളം പേർ ആണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. വയനാട്ടിലാണെങ്കിൽ 375 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് $140 മില്യൺ നഷ്ടമാണ് വന്നിട്ടുള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2024 ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട് അനുസരിച്ച് 2024 ജൂലൈയിൽ 24 മണിക്കൂറിനുള്ളിൽ വയനാട്ടിൽ എത്ര മഴ പെയ്തു? 409 മില്ലിമീറ്റർ. അതായത് ഒരു ദിവസം പെയ്തിട്ടുള്ള മഴയാണ്, 24 മണിക്കൂറിൽ പെയ്തിട്ടുള്ള മഴയാണ് 409 മില്ലിമീറ്റർ. കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റമാണ് വയനാട് ഉണ്ടായിട്ടുള്ള ആ ഒരു ലാൻഡ് സ്ലൈഡ്, അതായത് മണ്ണിടിച്ചിൽ. ഇതിലാണ് ഏതാണ്ട് 375 പേർ കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വന്നിട്ടുള്ള വലിയൊരു നഷ്ടം എന്ന് പറയാൻ സാധിക്കും. നിരവധി പേർക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിന് കാരണമായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യതിയാനം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, കൊൽക്കത്ത ഈസ് സെക്കൻഡ് ഇൻ ദി ഗ്ലോബൽ ലിസ്റ്റ് ഓഫ് സിറ്റീസ് with the slowest traffic
ഗതാഗതം ഏറ്റവും മന്ദഗതിയിലുള്ള നഗരങ്ങളുടെ ആഗോള പട്ടികയിൽ കൊൽക്കത്ത 2ാം സ്ഥാനത്താണ്, ബാംഗ്ലൂർ 3ാം സ്ഥാനത്ത്. അതായത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ട്രാഫിക് അരമണിക്കൂറിലെ വെറും നിസ്സാര കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ലോവസ്റ്റ് ആയിട്ടുള്ള ട്രാഫിക് ഈ ഇനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് കൊൽക്കത്ത, 2ാം സ്ഥാനത്ത് ബാംഗ്ലൂർ ആണ്. കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ ആയിരുന്നു 2ാം സ്ഥാനത്ത്, എന്നാൽ ഈ പ്രാവശ്യം ബാംഗ്ലൂർ 3ാം സ്ഥാനത്ത്, കൊൽക്കത്ത 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ടോം ട്രാഫിക് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ 3ാമത്തെ നഗരമായി റാങ്ക് ചെയ്യപ്പെട്ട നഗരം ഏതാണ്? ബാംഗ്ലൂരു. അപ്പൊ ബാംഗ്ലൂരു ഇന്ന് ലോകത്തിലെ 3ാമത്തെ നഗരമാണ്. ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ട്രാഫിക് എന്ന് പറയാൻ സാധിക്കും. ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ട്രാഫിക് ആണ് ബാംഗ്ലൂരിൽ ഉള്ളത്. 34 മിനിറ്റ് 10 സെക്കൻഡ് കൊണ്ട് കേവലം 10 കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ബാംഗ്ലൂരിലെ ട്രാഫിക്. 34 മിനിറ്റ് 10 സെക്കൻഡ് കൊണ്ട് കേവലം 10 കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ബാംഗ്ലൂരിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. 2024 ടോം ട്രാഫിക് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ ഗതാഗത പ്രവാഹത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏത് നഗരമാണ് 1ാം സ്ഥാനത്ത്? കൊൽക്കത്ത. അതായത് ആഗോളതലത്തിൽ കൊൽക്കത്ത 2ാം സ്ഥാനത്തും, എന്നാൽ ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് കൊൽക്കത്ത. 34 മിനിറ്റ് 33 സെക്കൻഡ് കൊണ്ടാണ് 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. 34 മിനിറ്റ് 33 സെക്കൻഡ് കൊണ്ട് 10 കിലോമീറ്റർ മാത്രമേ സാധിക്കുന്നുള്ളൂ. എന്നാൽ ബാംഗ്ലൂർ 34 മിനിറ്റ് 10 സെക്കൻഡ് ആണ് 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു നഗരമാണ് പൂന. 33 മിനിറ്റ് 22 സെക്കൻഡ് ആണ് പൂനെയുടെ ആവറേജ് 10 കിലോമീറ്റർ യാത്ര. അപ്പൊ ഇതെല്ലാം നമുക്കൊരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് ട്രാഫിക് ഉള്ള ഇന്ത്യയിലെ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത, അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ, 3ാം സ്ഥാനത്ത് പൂന. 2024 ടോം ട്രാഫിക് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ നഗരമായ ബാരൻകുല്ല നഗരം ഏത് രാജ്യത്താണ്? കൊളംബിയ. ഇന്ന് ഈ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ബാരൻകുല്ലയാണ്. ബാരൻകുല്ല സിറ്റി ഇതുള്ളത് കൊളംബിയയിലാണ്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് ട്രാഫിക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ബാരൻകുല്ലയാണ്. അത് കൊളംബിയയിലാണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ ബാരൻകുല്ല, 2ാം സ്ഥാനത്ത് കൊൽക്കത്ത, ബാംഗ്ലൂർ, പൂന എന്നിവയെല്ലാമാണ്. 2024 ടോം ട്രാഫിക് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ഏതാണ്? ലണ്ടൻ. ഇപ്പൊ ലണ്ടനാണ് ഏറ്റവും തിരക്കേറിയ, ദ മോസ്റ്റ് കൺജസ്റ്റഡ് സിറ്റി എന്ന് പറയാൻ സാധിക്കും ലണ്ടൻ. അത്രയും തിരക്കുള്ളതും അതുപോലെ തന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ടോം ട്രാഫിക് സൂചിക പ്രകാരമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 കണക്കനുസരിച്ച്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, യൂണിയൻ മിനിസ്റ്റർ സോനോവാൾ അൺവീൽസ് നാഷണൽ റിവർ ട്രാഫിക് ആൻഡ് നാവിഗേഷൻ സിസ്റ്റം. കേന്ദ്രമന്ത്രി സോനോവാൾ ദേശീയ നദീ ഗതാഗത ആൻഡ് നാവിഗേഷൻ സംവിധാനം അനാച്ഛാദനം ചെയ്തു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 10 നാഷണൽ റിവർ ട്രാഫിക് ആൻഡ് നാവിഗേഷൻ സിസ്റ്റം ആരംഭിച്ചത് ആരാണ്? കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. 2025 ജനുവരി 10 യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു റിവർ ട്രാഫിക് സിസ്റ്റമാണ് നാഷണൽ റിവർ ട്രാഫിക് ആൻഡ് നാവിഗേഷൻ സിസ്റ്റം. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 10th ജനുവരിയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ജലപാതകളുടെ വികസനത്തിനായി ഉൾനാടൻ ജലപാത അതോറിറ്റി ഓഫ് ഇന്ത്യ എത്ര നിക്ഷേപിക്കും? 50,000 കോടി രൂപ. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ അത് ഇൻലാൻഡ് വാട്ടർവേസ് ആണ്. റോഡ് ട്രാഫിക്കിൽ വന്നിട്ടുള്ള കൺജഷൻ ഇതെല്ലാം കണക്കാക്കി നോക്കുമ്പോൾ കുറെ കൂടി ലാഭകരമായിട്ട് വരുന്ന ഒന്നാണ് ഇൻലാൻഡ് വാട്ടർവേസ്, നദീതടങ്ങളിലുള്ള ആ ഒരു ജലയാത്ര. ഇതിലൂടെ തന്നെ നമുക്ക് ഗുഡ്സ് ഐറ്റംസ് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ്സ് ആണ് ഇന്നിപ്പോൾ വരാൻ പോകുന്നത്. അതിനുവേണ്ടി തന്നെ വരുന്ന 5 വർഷത്തേക്ക് 50,000 കോടി രൂപയാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ IWA ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഉൾനാടൻ ജലപാത അതോറിറ്റി ഓഫ് ഇന്ത്യ വരുന്നത്? തുറമുഖ, ഷിപ്പിംഗ് ആൻഡ് ജലപാത മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, MOPSW എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ അണ്ടറിലാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വരുന്നത്.
ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ന് വെസ്റ്റ് ബംഗാൾ ആണ് ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതകൾ ഉള്ള സംസ്ഥാനം. ഇൻലൻഡ് വാട്ടർവേസ്, ലാർജസ്റ്റ് നമ്പർ ഓഫ് ഇൻലൻഡ് വാട്ടർവേസ്. ഇന്ന് നോർത്ത് ഈസ്റ്റ് മേഖലയിലേക്ക് ആസാം അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിലേക്ക് തന്നെ വെസ്റ്റ് ബംഗാളിലൂടെ തന്നെ ഐറ്റംസ് എത്തിക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ മാർഗങ്ങൾ ആണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കലാഗ്രാം അറ്റ് മഹാകുംഭ ഷോക്കേസിംഗ് ഇന്ത്യസ് റിച്ച് ഡൈവേഴ്സ് കൾച്ചർ. ഇന്ത്യയുടെ സമ്പന്നമായ വൈവിധ്യമാർന്ന സംസ്കാരം പ്രദർശിപ്പിക്കുന്ന മഹാകുംഭിൽ കലാഗ്രാം. കലാഗ്രാം എന്ന ഒരു കൾച്ചറൽ ഷോക്കേസ് ആണ് ഇപ്പോൾ മഹാകുംഭമേളയിൽ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം പൈതൃകവും പ്രദർശിപ്പിക്കുന്നതിനായി സാംസ്കാരിക മന്ത്രാലയം ഏത് പേരിലാണ് മഹാകുംഭമേളയിൽ ഒരു സാംസ്കാരിക ഇടം തുറന്നത്? കലാഗ്രാം. മഹാകുംഭമേള ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചർ അല്ലെങ്കിൽ കൾച്ചറൽ മിനിസ്ട്രി ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് കലാഗ്രാം എന്ന് പറയുന്ന ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യ പൈതൃകം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു സ്പേസ് ആണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. കലാഗ്രാം എന്നാണ് ഇതിനുവേണ്ടി നൽകിയിട്ടുള്ളത്. കലയും അതുപോലെ ഗ്രാമം, അതായിരിക്കാം കലാഗ്രാം എന്ന പേര് ഇതിന് വന്നിട്ടുള്ളത്. പ്രയാഗ്രാജിൽ മഹാകുംഭമേള ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത്? 2025 ജനുവരി 13. ഇന്ന് ജനുവരി 13 ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിക്കുകയാണ് മഹാകുംഭമേള. ജനുവരി 13 ആരംഭിക്കുന്ന ഈ ഒരു കുംഭമേള 45 ദിവസം ആണ് നീണ്ടു നിൽക്കുന്നത്. അതായത് ഫെബ്രുവരി 26 ഇത് അവസാനിക്കും. ഏതാണ്ട് 40 കോടി ജനങ്ങളാണ് ഈ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുമെന്ന് പറയപ്പെടുന്നത്. അത്രയും തിരക്കുള്ള ഒന്നായിരിക്കുമല്ലോ മഹാകുംഭമേള. ഇന്ന് പ്രയാഗ്രാജിൽ ആരംഭിക്കുന്ന മഹാകുംഭമേള ഗംഗ, യമുന, സരസ്വതി ഒരുമിച്ച് കൂടുന്ന ആ ഒരു സ്ഥലത്ത് അലഹബാദിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേരായിട്ടുള്ള പ്രയാഗ്രാജിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇന്ന് ജനുവരി 13. ഇന്നാണ് മഹാകുംഭമേള പ്രയാഗ്രാജിൽ ആരംഭിക്കുന്നത്. യുനെസ്കോ മഹാകുംഭമേളയെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകമായി അംഗീകരിച്ച വർഷം ഏതാണ്? 2017. 2017 യുനെസ്കോ മഹാകുംഭമേളയെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന പേരിൽ ഇതിനെ അംഗീകരിച്ചു. 2017 യുനെസ്കോ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത് മഹാകുംഭമേളയെ. ജ്യോതിഷ ആശയം അനുസരിച്ച് മഹാകുംഭമേളയുടെ സമയം നിർണയിക്കുന്നത് ഏത് ആകാശ വിന്യാസങ്ങളാണ്? സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴത്തിന്റെ ഒരു പ്രത്യേക ദിശയിലേക്ക് എത്തുമ്പോഴാണ് മഹാകുംഭമേള എന്നതിന്റെ സമയം നിർണയിക്കുന്നത്. ഇതനുസരിച്ച് ജനുവരി 13 ഇന്ന് മഹാകുംഭമേള ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. 45 ദിവസത്തെ ഒരു കുംഭമേളയാണ് ആരംഭിക്കുന്നത്. 40,000 കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കുംഭമേളയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ലാസ്റ്റ് ഹെഡിംഗ് ആണ് ഇന്ത്യ സെൽസ് ഡിഫൻസ് കമ്പോണൻസ് ടു അറൌണ്ട് 100 കൺട്രീസ്. ഇന്ത്യ ഏകദേശം 100 രാജ്യങ്ങൾക്ക് പ്രതിരോധ ഘടകങ്ങൾ വിൽക്കുന്നു. ഡിഫൻസ് ആയി ബന്ധപ്പെട്ട എക്സ്പോർട്ടിംഗ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഇന്ത്യൻ പ്രതിരോധ ഘടകങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാർ ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ്, അർമേനിയ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ്, അർമേനിയയാണ് ഇന്ത്യൻ പ്രതിരോധ ഘടകങ്ങളുടെ, അതായത് ഇന്ത്യൻ എക്സ്പോർട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏകദേശം എത്രയാണ്? 100-ലധികം രാജ്യങ്ങൾ. ഏതാണ്ട് 2000 കോടി രൂപയുടെ എക്സ്പോർട്ടിംഗ് ആയിരുന്നു ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് തുടക്കത്തിൽ. എന്നാൽ ഇപ്പോൾ അത് 21,000 crores മുകളിൽ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയ കണക്കനുസരിച്ച് ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ്. ഇന്നിപ്പോൾ 100-ലധികം രാജ്യങ്ങളിലാണ് ഇന്ത്യയുടെ ഡിഫൻസ് ഐറ്റംസ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം എത്രയായിരുന്നു? 1.27 ലക്ഷം കോടി. ഇന്ന് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട് ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ 1.27 ലക്ഷം കോടി രൂപയുടെ പ്രൊഡക്ഷൻ ആണ് ഇന്നിപ്പോൾ ഉള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.